വിവാദ നിയമനങ്ങളിൽ തുടർച്ചയായ തിരിച്ചടി. ഒരു മാസം തികയും മുൻപേ UDF സർക്കാരിന് 2 രാജികൾ. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. വിവാദ നിയമനത്തിൽ കുരുങ്ങി വീണ്ടും നാണംകെട്ട UDF സർക്കാർ അധികാരത്തിലേറി ഒരു മാസം പൂർത്തിയാകുന്നതിന് മുൻപാണ് 2 രാജികൾ. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ ബന്ധു ബെന്നി തോമസ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ ദേവസ്വം വകുപ്പിന്റെ സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ച KB പ്രദീപും രാജിവെച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിപട്ടികയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകൻ KB പ്രദീപിനെ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചിരുന്നു. നിയമനം ചർച്ചയായതോടെ മുഖം രക്ഷിക്കാനായി മുഖ്യമന്ത്രി തന്നെ രാജി ആവശ്യപ്പെടുകയായിരുന്നു. ദേവസ്വം പ്ലീഡറുടെ നിയമനത്തിൽ സംസ്ഥാന സർക്കാരിന് തെറ്റുപറ്റിയെന്ന തുറന്ന് സംബന്ധിച്ച മന്ത്രി K മുരളീധരൻ. പ്രശസ്തനായ ഒരു ക്രിമിനൽ അഭിഭാഷകൻ എന്ന നിലയിലാണ് ഇദ്ദേഹത്തെ ഈ പദവിയിലേക്ക് പരിഗണിച്ചതെങ്കിലും ഭക്തജനങ്ങളിൽ നിന്ന് വ്യാപകമായ പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് സർക്കാർ നടപടി സ്വീകരിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നിയമനവുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്കിടയിൽ ഒരു തരത്തിലുള്ള സംശയത്തിന്റെ നിഴൽ നിൽക്കാൻ പാടില്ലെന്ന സർക്കാരിന്റെ നിർബന്ധ ബുദ്ധിയാണ് ഈ മാറ്റത്തിന് പിന്നിലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ റീന KJ മാറ്റിയതിൽ സർക്കാർ വാദം പൊളിഞ്ഞു. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഡോക്ടർ റീന 15 ദിവസത്തെ അവധിയെടുത്തു എന്നായിരുന്നു സ്ഥാനമാറ്റത്തിനായി സർക്കാർ ചൂണ്ടിക്കാട്ടിയ കാരണം. എന്നാൽ അസുഖത്തെ തുടർന്ന് താൻ 2.5 ദിവസത്തെ അവധി മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ എന്ന് റീന വ്യക്തമാക്കി. ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് അവധി ആവശ്യപ്പെട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിന്റെ പകർപ്പും ഡോക്ടർ പുറത്തുവിട്ടു. മഴയ്ക്കൊപ്പം പനിച്ചു വിറച്ച കേരളം. സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ മാത്രം പനിക്ക് ചികിത്സ തേടിയത് 11,534 പേരാണ്. ഇതോടെ 1.33 ലക്ഷം പേർക്കാണ് ഈ മാസം പനി സ്ഥിരീകരിച്ചത്. മലപ്പുറത്താണ് കൂടുതൽ പേർക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, 2,470 പേർ. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലും 1000-ലധികം പേരാണ് ഓരോ ദിവസവും ചികിത്സയ്ക്ക് എത്തുന്നത്. പാലക്കാട് 1045, കോഴിക്കോട് 1142 എന്നിങ്ങനെയാണ് കണക്കുകൾ. ഇന്നലെ പനി കാരണം ഒരാൾ മരിച്ചു. വയനാട് കൽപ്പറ്റ സ്വദേശിയായ 10 വയസ്സുകാരനാണ് മരിച്ചത്. ഈ മാസം മാത്രം 2 പേരാണ് പനിയെ തുടർന്ന് മരിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് അലർട്ട്. കടലാക്രമണ സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പശ്ചിമ ബംഗാളിലെ മുനിസിപ്പൽ നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ തൃണമൂൽ കോൺഗ്രസ് MLA മദൻ മിത്രയുമായി ബന്ധപ്പെട്ട വിവിധ കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശനിയാഴ്ച പരിശോധന നടത്തി. മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ മുൻ മന്ത്രിയായിരുന്ന മദൻ മിത്ര നിലവിൽ ഉത്തര 24 പർഗാനാസ് ജില്ലയിലെ കാമർഹട്ടി നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന MLA ആണ്. അദ്ദേഹവുമായി ബന്ധമുള്ള 7 കേന്ദ്രങ്ങളിലാണ് ED ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. അസമിലെ ജോർഹട്ടിൽ ഇന്ത്യൻ വ്യോമസേനയുടെ യാത്രാ വിമാനം ലാൻഡിംഗിനിടെ തകർന്നു വീണ 5 സൈനികർക്ക് ദാരുണാന്ത്യം. മരിച്ചവരിൽ 2 പേർ ഉദ്യോഗസ്ഥരാണ്. ഇന്നലെ രാവിലെ 10 മണിയോടെയാണ് രാജ്യത്തെ നടുക്കിയ ദുരന്തം. വ്യോമസേനയുടെ റഷ്യൻ നിർമ്മിത AN-32 വിമാനമാണ് പതിവ് പരിശീലന പറക്കലിനിടെ അപകടത്തിൽപ്പെട്ടത്. റൺവേയിൽ ഇറങ്ങുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട വിമാനം തെന്നി മാറുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം. തുടർന്ന് റൺവേക്ക് സമീപമുള്ള ടാക്സി വേയിലേക്ക് പാഞ്ഞുകയറിയ വിമാനം 2ആയി പിളരുകയും വലിയ തീപിടുത്തമുണ്ടാവുകയും ചെയ്തു. വിമാനത്തിലാകെ 6 പേരാണ് ഉണ്ടായിരുന്നത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കോ പൈലറ്റ് ജോർഹട്ടിലെ സൈനിക ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. നീറ്റ് പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നുവെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പൂർണ്ണമായി തള്ളി. പരീക്ഷയ്ക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇടയിൽ ആശങ്ക ശക്തമായ സാഹചര്യത്തിലാണ് NTA അടിയന്തര വിശദീകരണം. ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തെ തുടർന്ന് ഈ വർഷത്തെ നീറ്റ് UG പരീക്ഷ നേരത്തെ റദ്ദാക്കിയിരുന്നു. ഇതിന് പകരമായി ജൂൺ 21 പുനഃപരീക്ഷ നിശ്ചയിച്ചിരിക്കുന്നത്.
പ്രശസ്തമായ ജോൺ എഫ് കെന്നഡി സെന്റർ ഫോർ ദ പെർഫോമിംഗ് ആർട്സിന്റെ പേരിൽ നിന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേര് നീക്കം ചെയ്യണമെന്ന ഉത്തരവ് മരവിപ്പിക്കാൻ വിസമ്മതിച്ച US അപ്പീൽ കോടതി. ട്രംപ് ഭരണകൂടവും കെന്നഡി സെന്ററിലെ ട്രംപ് അനുകൂല ഭരണസമിതിയും സമർപ്പിച്ച അടിയന്തര അപ്പീൽ DC സർക്യൂട്ട് അപ്പീൽ കോടതിയുടെ 3-അംഗ പാനൽ തള്ളുകയായിരുന്നു. ഇതോടെ കെട്ടിടത്തിന്റെ മുൻഭാഗത്ത് സ്ഥാപിച്ചിരുന്ന ട്രംപിന്റെ പേര് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ തൊഴിലാളികൾ ആരംഭിച്ചു. ലോകത്തെ മുൻനിര സ്വകാര്യ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ സ്പേസ് എക്സ് ഓഹരി വിപണിയിൽ ചരിത്രപരമായ കുതിപ്പ് നടത്തിയതോടെ കമ്പനി മേധാവി ഇലോൺ മസ്ക് ലോകത്തിലെ ആദ്യത്തെ ട്രില്യണയറായി മാറി. US ഓഹരി വിപണിയായ നാസ്ഡാക്കിൽ വെള്ളിയാഴ്ച നടന്ന സ്പേസ് എക്സിന്റെ പ്രഥമ ഓഹരി വിൽപ്പന ആഗോള സാമ്പത്തിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയമായി മാറി. വ്യാപാരത്തിന്റെ ആദ്യ ദിനം തന്നെ 19% മുന്നേറ്റമാണ് സ്പേസ് എക്സ് ഓഹരികൾ നടത്തിയത്. $135 നിശ്ചയിച്ചിരുന്ന ഓഹരി വില വിപണി ക്ലോസ് ചെയ്യുമ്പോൾ $161.50 ഇതോടെ കമ്പനിയുടെ ആകെ വിപണി മൂല്യം $2.1 ട്രില്യൺ കടന്നു. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.